നമസ്കാരം. നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ മരണക്കെണി. PWD ആണ് ഈ റോഡ് അപകടാവസ്ഥയിൽ നിർമ്മിച്ചിട്ടുള്ളത്. കാക്കനാട് കളക്ട്രേറ്റിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും തൃക്കാക്കര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെയും സമീപത്താണ് ഈ മരണക്കെണി. ഇത് സീപോർട്ട് എയർപോർട്ട് റോഡ്. ഈ ടാറിങ്ങും ഈ സൈഡിലെ കുഴികളും തമ്മിൽ നോക്കുക, ഒരടിയിൽ കൂടുതൽ ആഴമുണ്ട്. ടേണിംഗ് ആണ്. ജില്ലാ പഞ്ചായത്തിൻ്റെയും കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെയും തൊട്ട് അടുത്താണ്. നിരവധി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്നു. ടൂ വീലറുകൾ പോകുന്നത് കാണാം. സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ നടന്നു പോകുന്നത് കാണാം. നടന്നു പോകാൻ തന്നെ പറ്റാത്ത രീതിയിൽ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പോകുന്ന, നല്ല സ്പീഡിൽ പോകുന്ന, ഏറ്റവും കൂടുതൽ അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു ഏരിയയാണ്. അതുകൂടാതെ അപകടങ്ങളും സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഈ റോഡും സൈഡും തമ്മിലുള്ള ഒരടിയിൽ കൂടുതൽ ആഴത്തിൽ കിടക്കുന്നത്. ഒരു വാഹനത്തിന് സൈഡ് കൊടുത്താൽ അറിയാം അത് തീർച്ചയായും മറിയും. വലിയ അപകടത്തിന് തന്നെ സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ടൂ വീലറുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു. ഇത് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പോൾ കാണാം, തൃക്കാക്കര നഗരസഭയുടെ മാലിന്യ തരംതിരിക്കുന്ന അതിനോട് തൊട്ടടുത്താണ് ഈ കാണുന്ന വലിയ ഗർത്തം. നമുക്ക് കാണാം, ഒരുപാട് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്നത് കാണാം. ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ ജംഗ്ഷനാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് കളക്ട്രേറ്റ്. അത്രയും പ്രധാനപ്പെട്ട കളക്ടറുടെ തൊട്ടു മുന്നിലാണ് ഇതുപോലെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം PWD നടത്തിയിട്ടുള്ളതെന്ന് കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, PWD ഉദ്യോഗസ്ഥർ എത്രത്തോളം വൈദഗ്ധ്യമുള്ള ആളുകളാണ് എന്നും. അതോടൊപ്പം ഇത് ചെയ്യുന്ന കോൺട്രാക്ടർമാരും ഇതുപോലെയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഉയരം വരുമെന്നും ആ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ചരിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നും, അതുകൂടാതെ ആ ലൈൻ ഔട്ടർ ലൈൻ ഇട്ടിട്ടുണ്ട്. ഔട്ടർ ലൈൻ കഴിഞ്ഞാൽ ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യം വേണമെന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയില്ലാത്ത ആളുകളാണോ നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ കോൺട്രാക്ടർമാരും? ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ PWD മിനിസ്റ്റർ ഇടപെടാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ അതിന് നടപടിയെടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ അത് പരിശോധിക്കാറുണ്ട്. തീർച്ചയായും ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടോ കോൺട്രാക്ടർമാരുടെ കഴിവുകേടോ എന്താണ് എന്ന് തീർച്ചയായും ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നമ്മുടെ റോഡുകളിലും മറ്റ് കെട്ടിട നിർമ്മാണങ്ങളിലും എല്ലാം കാണുന്നത്. ഏതായാലും ഇത് ആവർത്തിച്ചുകൂടാ. അധികാരികളുടെ ശ്രദ്ധയിലെത്താൻ, മറ്റു കോൺട്രാക്ടർമാരുടെ ശ്രദ്ധയിലെത്താൻ ഇത് പരമാവധി ഷെയർ ചെയ്യുക. ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ, നന്മ 24.